മുൻകോടസിൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, ഇന്ന് നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ദിഷ്ണ. എൻ്റെ സാമ്പിൾസ് ഒക്കെ ചെയ്യാനായിട്ട് എന്നെ അസിസ്റ്റ് ചെയ്യുന്ന കുട്ടിയാണ്, ഡിസൈനറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദിഷ്ണയോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ കാര്യങ്ങൾ എന്താണെന്നല്ലേ, അതായത് നമ്മളോട് കസ്റ്റമൈസേഷന് വരുമ്പോൾ പലപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് പാർട്ടി വേഴ്സും കാഷ്വൽ വേഴ്സും എങ്ങനെയാണ് നമുക്ക് വ്യത്യാസപ്പെടുത്തി എടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ചേച്ചി കാഷ്വൽ വേഴ്സ് ചെയ്യാവോ, പാർട്ടി വെയർ. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പല ചെയ്യുന്ന കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും, അത് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ കൊടുക്കുന്ന ലുക്കിൽ കുറച്ചൊന്നൊരു മാറ്റം വരുത്തിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് പാർട്ടി വെയർസിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ദിഷ്ണ, കുഞ്ഞു എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ കുഞ്ഞു എൻ്റെ വായിൽ വരുന്നത്. സോ അപ്പോൾ ഞാൻ ഇടയിൽ കുഞ്ഞു എന്ന് വിളിച്ചാലും നിങ്ങളൊന്നും വിചാരിക്കേണ്ട. കുഞ്ഞു പറ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറീസ് എങ്ങനെയാണ് പാർട്ടി വെയേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ ഇവർക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റും, പാർട്ടി വെയേഴ്സ് ചൂസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനുള്ള കുറിച്ച് നമുക്ക് എന്തൊക്കെ സജഷൻസ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിന് പെർട്ടിക്കുലർ കളേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഇപ്പോൾ വർക്കിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേ. നമുക്കിപ്പോൾ അധികവും വരുന്നത് ഇൻഡോ വെസ്റ്റേൺ ടൈപ്പാണ് വരുന്നത്. അതിൽ തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഫംഗി കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗി കളേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്ന ഈ ബ്ലാക്ക്, ഗ്രേ, യെല്ലോ അങ്ങനത്തെ കളേഴ്സൊക്കെ ആയിട്ടാണ് നമുക്ക് അധികം ഇപ്പോൾ എൻക്വയറീസ് വരുന്നത്. പിന്നെ പാർട്ടി വെയർസിൽ തന്നെ നമുക്ക് അധികമായിട്ടും ഹാൻഡ് വർക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത്. ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ, ഇത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്. ഇത് അത്യാവശ്യം സ്റ്റിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ സാമ്പിൾ പീസസ് ആണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇത് ബുക്ക് കണ്ടോ, ഇപ്പോൾ ഹെവി ആയിട്ട് ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ ഇപ്പോൾ ദുപ്പട്ടയും കൂടെ വർക്ക് ചെയ്ത്, ദുപ്പട്ടയും കൂടെ അല്ലെങ്കിൽ ബോട്ടത്തിലും കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ലേസസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആയി. അതല്ല, ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ലീവിൽ മാത്രം വർക്ക് ഇട്ടിട്ട് ഈ ഒരു വർക്ക് ഒഴിവാക്കി ഈ ഒരു പോട്ട്ലി ബട്ടൺ മാത്രം കൊടുക്കുകയാണെങ്കിൽ അതൊരു സെമി പാർട്ടി വെയർ ആയി. അതുമല്ല, ഇനിയിപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള സ്പ്രെഡിങ് മാത്രം ആക്കിയിട്ട് ബാക്കി എല്ലാ ഹാൻഡ് വർക്ക് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാഷ്വൽ വെയർ ആയി. അപ്പോൾ ഒരു ഡ്രസ്സിനെ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും, അതായത് നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ റേറ്റ് എങ്ങനെയാണ് നമുക്ക് പാർട്ടി വെയർസിൻ്റെ കാര്യത്തിൽ കസ്റ്റമൈസേഷൻ ചോദിക്കുമല്ലോ. അപ്പോൾ ഈ പാർട്ടി വെയർസിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ഒരു അനാർക്കലി ഗൗൺ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇപ്പം എൻ്റെ സാമ്പിൾസ് എൻ്റെ ഇവിടെ എടുക്കുന്നുണ്ടാകും. അനാർക്കലി ഗൗൺസ്, ഇതൊരു പാനൽ കട്ട് ഗൗൺ ആണ്. പക്ഷെ ഇത് മെറ്റീരിയൽ കുറച്ചും കൂടെ റേറ്റ് കുറവാണ്, പക്ഷേ ഇതിൻ്റെ വർക്കും സ്റ്റിച്ചിങ്ങും റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കസ്റ്റമൈസേഷൻ പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും? കസ്റ്റമേഴ്സിന്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഹാൻഡ് വർക്ക് ആണെങ്കിലും ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു 5K റേഞ്ച് പറയുകയാണെങ്കിൽ ആ 5K റേഞ്ചിൽ നമുക്ക് ഹാൻഡ് വർക്ക് ഇതാക്കി. അപ്പോൾ മെറ്റീരിയൽ ഒരു ഡൗട്ട് ചോദിക്കട്ടെ കുഞ്ഞു, അതായത് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 6K ആണെന്ന് വിചാരിക്കും. കസ്റ്റമർ പറയുവാണ് എൻ്റെ 3K ആണ് എനിക്ക് ബഡ്ജറ്റ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ കുറവ് വരുത്തിയായിരിക്കും ആ ഒരു 6Kൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒരു 3Kക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക? മെയിൻലി നമുക്ക് ഹാൻഡ് വർക്ക് തന്നെ അത്യാവശ്യം കാണുന്ന രീതിയിൽ നമുക്ക് ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടും, അതേപോലെ ഇതിലിപ്പോൾ ഒരുപാട് ഹാൻഡ് വർക്ക് പറയുന്നത് നമുക്ക് 3K ആക്കി ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് സ്പ്രെഡിങ് പോലെ, അതേപോലെ നെക്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാൻഡ് വർക്ക് നമുക്ക് കുറച്ച് നെക്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടും സ്ലീവിലും അങ്ങനെ ആക്കിയിട്ട് നമുക്കത്, അതായത് ഹാൻഡ് വർക്ക് കുറച്ചിട്ട് നമുക്ക് ക്ലോത്തിൽ എന്താ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഹാൻഡ് വർക്ക് അത്രയ്ക്ക് അധികം, അപ്പോൾ അവർക്ക് ഈ ലുക്ക് കണ്ടിട്ടാണല്ലോ അവർ ചോദിച്ചത്. അപ്പോൾ ഈ ലുക്ക് കണ്ടിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ അത്രയും റേറ്റ്, അതായത് നേർ പകുതിയിൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ ക്ലോത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ? ക്ലോത്തിൽ നമുക്കിപ്പോൾ ഡബിൾ ഫ്ലെയറും ഉണ്ട്, സിംഗിൾ ഫ്ലെയർ ആയിട്ടും ചെയ്യാം. അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് വേണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഫ്ലെയറിൽ ചെയ്യാം. അപ്പോൾ ക്ലോത്ത് എത്ര ഒരു 3 മീറ്ററിൻ്റെ ഒക്കെ വ്യത്യാസം വരും. അത് അനാർക്കലി ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പം ഇത് പാനൽ കട്ടാണ്. അപ്പോൾ പാനൽ കട്ട് ഒഴിവാക്കിയാൽ തന്നെ കുറച്ച് റേറ്റ് വ്യത്യാസം, സ്റ്റിച്ചിങ്ങിൻ്റെ റേറ്റ് വ്യത്യാസം വരും. അതേപോലെ തന്നെ അനാർക്കലിയിൽ സിംഗിൾ ഫ്ലെയറും ഡബിൾ ഫ്ലെയറും നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ ഫ്ലെയർ, ഡബിൾ ഫ്ലെയർ എന്ന് എഴുതി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ഫ്ലെയേഴ്സ് വരുന്നതിലാണ്, ഇതിപ്പോൾ ബോക്സ് പ്ലീറ്റ് ആണ്, ഫ്ലെയേഴ്സ് വരും. അതായത് ക്ലോത്തിനനുസരിച്ച് അതിൻ്റെ ഫ്ലെയർ കൂടും. അപ്പം ക്ലോത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് പാർട്ടി വെയേഴ്സിൽ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹാൻഡ് വർക്കിലും കുറച്ച്, അതല്ലാതെ നമുക്ക് ഒന്നും കുറയ്ക്കാതെ ഒരു 6Kൻ്റെ ഒരു സംഭവം നമുക്കൊരു 3Kക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ക്ലോത്തിൽ യൂസ് ചെയ്യുന്ന മീറ്റേഴ്സിൽ കുറവ് വരുത്തേണ്ടി വരും. ഹാൻഡ് വർക്കിൻ്റെ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൽ നമുക്ക് പാർട്ടി വെയേഴ്സിൽ നമുക്ക് കുറേ, അപ്പോൾ മെയിനായിട്ട് പാർട്ടി വെയേഴ്സിൽ നമ്മൾ ചെയ്യുന്ന അനാർക്കലി ഗൗൺസ് ചെയ്യലുണ്ട്. അതേപോലെ തന്നെ സ്ലിറ്റ് ടോപ്പ് വിത്ത് ദുപ്പട്ട ഹെവി ഹാൻഡ് വർക്കിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു പാർട്ടി വെയർ ഹാൻഡ് വർക്ക് തന്നെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി അതല്ല, ഹാൻഡ് വർക്ക് വേണ്ട, അങ്ങനെ ഒരു കസ്റ്റമറിനാണെങ്കിൽ നമുക്കൊരു ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്ന പാർട്ടി വെയേഴ്സ് അതെങ്ങനെ കൊടുക്കാൻ പറ്റും?
വർക്കുള്ള മെറ്റീരിയൽ, നമുക്ക് ബോർഡേഴ്സ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലാക്കിയിട്ട് അത് കുറച്ച് ജസ്റ്റ് ഒന്ന്, ഇപ്പോൾ ഒട്ടും ഹാൻഡ് വർക്ക് വേണ്ടാന്നാണെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽ മാത്രമായിട്ട് നോക്കാം. അതല്ല കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ വർക്കുള്ള മെറ്റീരിയൽ ഹൈലൈറ്റ് ചെയ്തിട്ടും ചെയ്യാം. അതുപോലെ തന്നെ അത് നമുക്ക് വിസ്കോസ് മെറ്റീരിയലിൽ ഒത്തിരി കളർ ഓപ്ഷൻസ് ഉള്ളതാണ്. വിസ്കോസ് ഹാൻഡായി ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്കുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്, സ്വീക്കൻസിൻ്റെ മെറ്റീരിയൽസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ബഡ്ജറ്റ് കുറച്ചൊന്ന് ഇതാക്കി. എന്നാൽ പക്ഷേ വിസ്കോസിൻ്റെ റേറ്റും കുറച്ച് ഹൈ ആണ്. അതേപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് കൊടുക്കാം അല്ലേ, ഡബിൾ ഷെയ്ഡ് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ പാർട്ടി വെയർസ് ചെയ്യാൻ പറ്റും നമുക്ക്. അത് മാത്രമല്ല കുഞ്ഞു, ഇപ്പൊ നമുക്കിപ്പോ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു കസ്റ്റമർ പറയുവാണ്, ഇപ്പൊ നമുക്ക് ഒത്തിരി വലിയ ബൊട്ടിക്സിന്റെ ഒക്കെ, ഒരു എക്സാമ്പിൾ മനീഷ് മൽഹോത്ര ഒരു ബ്രൈഡൽ ലുക്ക് വന്നു, അതിലൊരു പാർട്ടി വെയർ ഗൗൺ, അതായത് അത് ബ്രൈഡലിന്റെ ഇതാണ്, ഒരു പാർട്ടിക്ക് പോകാൻ ഉപയോഗിക്കുന്ന രീതിയിൽ അതിനൊരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും കുഞ്ഞു ശ്രദ്ധിക്കേണ്ടാവുക? കളറ്, മനീഷ് മൽഹോത്രൻ്റെ ഏറ്റവും ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കളേഴ്സ്. ആ കളേഴ്സിൻ്റെ നോക്കിയിട്ട്, പിന്നെ വർക്ക് ഉള്ളപ്പോൾ മെറ്റീരിയൽസ് നമുക്ക് ഹാൻഡ് വർക്ക് ഇല്ലാണ്ട് ഈ മെറ്റീരിയൽസിൽ തന്നെ ഞാൻ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇവിടെ വരുന്ന മെറ്റീരിയൽ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെ കണ്ടല്ലോ അറിയാം, ഇതിൽ ചെറിയ സീക്വൻസിൻ്റെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വർക്കിൻ്റെ നമുക്കൊരു ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഡയബിൾ ആണ്. അപ്പം മെയിനായിട്ട് കുഞ്ഞു പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരു റെഫറൻസ് ഒക്കെ എടുത്ത് വരും. അതുപോലെ മെയിനായിട്ട് നമുക്ക് ആ കളർ തന്നെ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തി ചെയ്യാൻ പറ്റും. വർക്കുള്ള മെറ്റീരിയൽ അഡീഷണൽ ചെയ്തിട്ട് ഇപ്പോൾ പാർട്ടി വെയർസ് ചെയ്യുമ്പോൾ ഹാൻഡ് വർക്ക് മാത്രമല്ല പാർട്ടി വെയർ എന്ന് പറയുന്നത്, നമ്മൾ അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ടൈപ്പ് ഡ്രസ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ എങ്ങനെ, ഇപ്പോൾ മേക്കപ്പ് വഴിയും ഹെയർ സ്റ്റൈല്, നമ്മുടെ ആ ഒരു അന്നത്തെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ആ ഒരു ലുക്കിനെ ബേസ് ചെയ്തിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രസ്സ് മാത്രമല്ല കേട്ടോ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ എന്ന് പറയുന്നത്. ഏകദേശം ഒന്ന് പറഞ്ഞ് നമുക്ക് ഏതൊക്കെ പ്രൈസ് റേഞ്ച് തുടങ്ങി നമുക്ക് പാർട്ടി വെയർസ് ചെയ്യാൻ പറ്റും? ഒരു 4K റേഞ്ചിൽ നമുക്ക് തുടങ്ങാം. അതല്ല നമുക്ക് ഗൗൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മീൻസ് മെറ്റീരിയൽസ് കുറച്ചതിനനുസരിച്ച് നമുക്കൊരു 3K സ്റ്റാർട്ടിങ്ങിലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾക്ക് പാർട്ടി വെയേഴ്സ് എല്ലാം കസ്റ്റമൈസ്ഡാണ് ചെയ്യുക. അപ്പോൾ കസ്റ്റമറുടെ മെഷർമെൻറ്റിൽ എല്ലാം കസ്റ്റമർക്ക് ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, ഒറ്റ ഒരാൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനൊരു ടൈം നിങ്ങൾ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്ത് ഇത്രയും വെയിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കസ്റ്റമറിന് എങ്ങനെ വേണമെങ്കിലും, ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് വേണോ, ഡേയ്സിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ എത്ര ഡേയ്സിൽ വേണമെങ്കിലും, ഇപ്പം 10 ഡേയ്സിലോ 15 ദിവസത്തിലോ അല്ലെങ്കിൽ 20 ദിവസത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഒരാൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ അപ്പം അതിൽ ഡെലിവറിയുടെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഡെലിവറി ഒന്നും വരത്തില്ല. ഇപ്പോൾ ഒരു കസ്റ്റമർ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇന്ന വെബ്സൈറ്റിൽ ഇന്ന കോഡിലുള്ള ഇന്നൊരു പ്രോഡക്റ്റ് എനിക്ക് കസ്റ്റമൈസ് ചെയ്ത്, അതായത് എൻ്റെ സൈസിന് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് പെട്ടെന്ന് വേണം, കാരണം എനിക്കൊരു പരിപാടിക്ക് വേണ്ടിയതാണ് എന്ന് പറയുവാണെങ്കിൽ കുഞ്ഞ് എന്തായിരിക്കും മറുപടി പറയേണ്ടാവുക? നമുക്ക് വെബ്സൈറ്റിലെ പ്രൊഡക്റ്റ് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുമ്പോൾ വെബ്സൈറ്റിലെ സെയിം പ്രൈസ് ആയിരിക്കില്ല. കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ സിംഗിൾ പീസ് എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൈസ് വേരിയേഷൻസ് നമുക്ക് വരും. പിന്നെ വെബ്സൈറ്റിലെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. വെബ്സൈറ്റിലെ എല്ലാ പ്രൊഡക്റ്റും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ, നമ്മൾ പല പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ എംബ്രോയിഡറി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. ആ ഒരു മെറ്റീരിയലൊക്കെ നമുക്ക് ചെയ്തു വരുന്നത് പുറത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പെർട്ടിക്കുലർ ഒരു ഇത്ര ഡേയ്സ് എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ആ മെറ്റീരിയൽ എന്തായാലും എത്തത്തുണ്ടാവില്ല. വെബ്സൈറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ക്ലോത്ത് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല എന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഹെവി വർക്കുള്ള ഹാൻഡ് വർക്ക് ബ്ലൗസസ് നമ്മൾ ആഡ് ചെയ്യലുണ്ട് വെബ്സൈറ്റിൽ. അപ്പോൾ അതിൻ്റെ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലൊക്കെ പ്രൈസ് വരുന്നത് ചിലപ്പോൾ 1500, 1600 ഒക്കെ ആയിരിക്കും. അത് സെയിം ടൈം 25-26 മണിക്കൂർ വരെ ഹാൻഡ് വർക്ക് ഉള്ളതാണ് പല കാര്യങ്ങളും എന്ന് പറയുന്നത്. ഇപ്പോൾ ബാക്കിൽ ട്രാൻസ്പെറൻറ്റ് വരുന്ന ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക്, ബാക്കും ഫ്രണ്ടൊക്കെ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന പല ബ്ലൗസസ് നമുക്ക് 22-23 മണിക്കൂറൊക്കെ എടുത്ത് നമ്മൾ ഹാൻഡ് വർക്ക് എടുത്ത് ചെയ്യുന്നതാണ് ഒരു ബ്ലൗസിന് വേണ്ടിയിട്ട്. ആ ഒരു സംഭവം കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് ചെയ്യുന്നതും ഒരെണ്ണമായിട്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നത് വെസ്റ്റ് ബംഗാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം കേരളത്തിൽ നമുക്കിവിടെ യൂണിറ്റിൽ നമ്മുടെ അടുത്തിവിടെ ഒരാൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു 24 മണിക്കൂറിന് തന്നെ ഏകദേശം ഒരു 4000-5000 രൂപയായി ഹാൻഡ് വർക്കിന് മാത്രം. പിന്നെ ക്ലോത്ത് സ്റ്റിച്ചിങ്. അപ്പോൾ എങ്ങനെയായാലും അങ്ങനെ വരുന്നൊരു സാധനം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരിക്കലും 1500 രൂപയ്ക്കൊന്നും ആ ബ്ലൗസ് നമുക്ക് ചെയ്യാനേ പറ്റില്ല.
ആ ഒരു സാധനം കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഒരിലേക്ക് വരുമ്പോൾ സൈസിൽ സ്റ്റിച്ചിങ്ങും ക്ലോത്തും ഹാൻഡ് വർക്കും കൂടെ വരുമ്പോൾ എങ്ങനെയായാലും ഒരു 7,000 6,000 ആ ഒരു റേഞ്ചിലേക്ക് അതായി മാറും. അത് ഒരാൾക്ക് വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ഒരാൾ ഇരുന്ന് ചെയ്യുന്നതിൻ്റെ ആ ഒരു റേറ്റ് എങ്ങനെയായാലും വ്യത്യാസം വരും. ഇപ്പോൾ പലരുടെയും ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ആ റേറ്റ് ആണല്ലോ. വെബ്സൈറ്റിൽ അറിയാലോ, വെയിറ്റ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു ടൈമുണ്ട്, ഒരു 70 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്ന അത്രയും വെയിറ്റ് ചെയ്തിട്ട് ആ കസ്റ്റമറിന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ആ ഒരു റേഞ്ചിൽ എന്ന് പറയുന്നത്. അതേസമയം പെട്ടെന്ന് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് റേഞ്ചേ മാറിപ്പോയി. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പാർട്ടി വെയറിനെ കുറിച്ചല്ലേ. നമുക്ക് ഈ പാർട്ടി വെയറിനെ ഏതൊക്കെ ടൈപ്പിലാണ് നമുക്ക് പാർട്ടി വെയർസ് ചെയ്യുന്നത്? അതായത് ഇപ്പം ലെഹങ്ക എന്ന് പറഞ്ഞാൽ അത് പാർട്ടി വെയർ ആണോ, അല്ലെങ്കിൽ അനാർക്കലി എന്ന് പറഞ്ഞാൽ അത് പാർട്ടി വെയർ ആണോ, അല്ലെങ്കിൽ ഒരു സ്ലിറ്റ് ടോപ്പ് ആ പാർട്ടി വെയർ ആയിട്ട് അതിനെ മാറ്റുന്നത് എങ്ങനെയാണ്? ഏതൊക്കെ ടൈപ്പിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പാർട്ടി വെയർ ഉള്ളത്? അതൊന്ന് പറഞ്ഞു. നമുക്ക് ലെഹങ്കാസ്, ഗൗണുകൾ, സ്ലിറ്റ് ടോപ്പ്, ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് സ്ലിറ്റ് ടോപ്പിൽ പോലും പാർട്ടി വെയർ ആയിട്ട് മാറ്റാൻ പറ്റും. ഹാൻഡ് വർക്ക്, മെയിനായിട്ട് ഹാൻഡ് വർക്ക് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് അതിൽ എങ്ങനെ വേണമെങ്കിലും സ്ലിറ്റ് ടോപ്പ് വരെ പാർട്ടി വെയർ ആയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ കുഞ്ഞു, പേഴ്സണലി ഞാനൊരു വ്യക്തി ഹെവി ആയിട്ടുള്ള ഒരു വർക്കൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. ഞാനൊരു കസ്റ്റമറുടെ ഒരു സ്ഥാനത്ത് നിന്ന് പറയുവാണ്, എനിക്ക് ഹാൻഡ് വർക്ക് ഒന്നും വേണ്ട, എനിക്ക് അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ളതൊന്നും വേണ്ട, പക്ഷേ എനിക്കൊരു പാർട്ടിക്ക് പോകാൻ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഡ്രസ്സായിരിക്കും കുഞ്ഞു എനിക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? കളേഴ്സ് ഫസ്റ്റ്, മാം ഏത് കളറാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഒരു പാർട്ടി വെയറിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡൾ കളർ യൂസ് ചെയ്ത് പോകില്ല, എന്തായാലും കുറച്ചൊരു ഷൈനിങ് വരുന്ന അങ്ങനത്തെ കളേഴ്സാണ് യൂസ് ചെയ്ത്. അപ്പോൾ ഏത് കളേഴ്സാണ് മെയിൻലി നോക്കും. പിന്നെ മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണ് നമുക്കുള്ള ഈ ഒരു ജോർജറ്റിൽ തന്നെ നമ്മുടെ ക്രിസ്പി ജോർജറ്റ് അങ്ങനെ മീൻസ് കുറച്ച് ഷൈനിങ് വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ. അപ്പോൾ ക്രേപ്പ് ജോർജറ്റും നാച്ചുറൽ ക്രേപ്പ് നല്ല ഷൈനിങ് വരുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ആ മെറ്റീരിയൽ ഏതാക്കും. എന്നിട്ട് തീരെ ഹാൻഡ് വർക്ക് പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് വർക്കുള്ള ഏതെങ്കിലും മെറ്റീരിയൽ ജസ്റ്റ് സ്ലീവില്, എനിക്ക് വർക്കും വേണ്ട അങ്ങനെയാണെങ്കിലോ, വർക്കുള്ള മെറ്റീരിയലും വേണ്ട എന്നാൽ എനിക്കൊരു എലഗന്റ് ലുക്ക് വേണം എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടാവുക? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൈ നോക്കാം. ഡബിൾ ഡൈ നമുക്ക് 3D വരെ ആയിട്ടും. അതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയാവോ, നമുക്ക് അതായത് ബനാറസി വീവിങ് വരുന്ന ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ. ഓർഗൻസയിൽ വരുന്നുണ്ട്, ചന്തേരിയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ജോർജറ്റിൽ വരുന്നുണ്ട്. അത് വർക്ക് ഒട്ടും വേണ്ട. ഇപ്പോൾ സാധാരണ എംബ്രോയിഡറി ഒക്കെ വരുന്ന അത് വേണ്ട, ഹാൻഡ് വർക്ക് വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, ഒരു മാറ്റ് ഫിനിഷ് മതി, എന്നാൽ എനിക്ക് പേസ്റ്റൽ ഷെയ്ഡ്സിൽ വേണം എന്നൊക്കെ പറയുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അതായത് ബനാറസി വീവ് വരുന്ന എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ ജോർജറ്റിലാണെങ്കിലും ഓർഗൻസയിലാണെങ്കിലും ഇപ്പം ക്രിസ്പി ജോർജറ്റിലാണെങ്കിലും ചന്തേരിയിലാണെങ്കിലും ബനാറസി വീവ് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു ഈ വർക്കൊന്നും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അത്രയ്ക്കും ഭയങ്കര ആഷ്ബുഷ് വേണ്ട എന്നുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ പല ടൈപ്പിലും അത് ആഡ് ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പാർട്ടി വെയർസ് വരുന്നത്. അതായത് നമുക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ഔട്ട്ഫിറ്റിനെ മാറ്റിയെടുക്കുക. ആ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു ടൈമിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം, നമുക്ക് വേണ്ട ഒരു കളർ, നമ്മളെ ലുക്ക് നന്നാക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡ്രസ്സിന് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഉണ്ടല്ലോ, ആ പാർട്ടിനെ ഭംഗിയാക്കാനായിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പറ്റും. മൂൺഗോഡസിന് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയായിരുന്നു ഞങ്ങൾക്ക് ഒരു പാർട്ടി വെയർ എന്നൊരു സെഗ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊന്ന് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും മൂൺഗോഡസിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.